ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് സെമിസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റായ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ മോഡ്യൂൾ 2 പ്രോസിലെ ഒരു ചാപ്റ്ററാണ്. സോ ഇമാജിനറി ഹോംലാൻഡ്സ് ബൈ സൽമാൻ റുഷിൻ്റെ. സോ മോഡ്യൂൾ 2 പ്രോസിൽ നമ്മൾ ഡോക്ടർ BR അംബേദ്കറിൻ്റെ സ്പീച്ച് അറ്റ് മഹദ് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ചാപ്റ്ററിലോട്ട് കിടക്കാം. സോ സൽമാൻ റുഷിൻ്റെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ പറ്റി ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് നമുക്ക് നോക്കാം. സൽമാൻ റുഷിൻ്റെ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് കോൺട്രവേഴ്സ്യൽ റൈറ്റേഴ്സ് ഓഫ് 20th സെഞ്ച്വറി. സോ 20th സെഞ്ച്വറിയിൽ ഭയങ്കര ഫേമസ് ആയ അതുപോലെ കോൺട്രവേഴ്സ്യൽ റൈറ്റർ ആയിരുന്നു അദ്ദേഹം. ഹി വാസ് ബോൺ ഇൻ 1949 ഇൻ മുംബൈ. മുംബൈയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. 1949 സോ അദ്ദേഹം മുംബൈയിലൊക്കെയാണ് പഠിച്ചിരുന്നത്. പിന്നെ അതുപോലെ MA ഒക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഫ്രം കിങ്സ് കോളേജ് കാംബ്രിഡ്ജ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി പാകിസ്ഥാനിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട് 1964. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക്കേഷനാണ് മിഡ്നൈറ്റ് ചിൽഡ്രൻസ് ബൈ റുഷിൻ്റെ ഇൻ 1975. അതൊരു ഗ്രേറ്റ് സക്സസ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് റൈറ്റിംഗ് ആണ് സാത്തനിക് വേഴ്സസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ. അദ്ദേഹം 11 നോവൽസ് എഴുതിയിട്ടുണ്ട് ആൻഡ് എ കപ്പിൾ ഓഫ് ചിൽഡ്രൻ ബുക്സ്. ഒരു കൂട്ടം ചിൽഡ്രൻ ബുക്സിനെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഹിസ് സ്റ്റൈൽ ഈസ് ലൈക്ക് എ മാജിക്കൽ റിയലിസം. അദ്ദേഹത്തിൻ്റെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബുക്സിലൊക്കെ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞ ആ ഒരു ടേം ആണ് കണ്ടിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല റിയലിസ്റ്റിക് ഫിക്ഷനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അതിൽ കണ്ടിട്ടുള്ളത്. സോ റുഷിൻ്റെ ഒരു ഗ്രേറ്റ് എസ്സേയിസ്റ്റ് ആണ്. ഇമേജറി ഹോംലാൻഡിൽ 75 കളക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് മാത്രമല്ല അദ്ദേഹം ഒരു ഡയസ്പോറ റൈറ്ററും കൂടിയാണ്. ഡയസ്പോറ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലിറ്റററി തിയറിയിൽ പഠിച്ചിട്ടുണ്ട്, ഡയസ്പോറ ആൻഡ് ഹൈബ്രിഡിറ്റി പറയുന്നത്. സോ എന്ന് പറഞ്ഞാൽ പ്രവാസികൾ. സോ അദ്ദേഹം ഒരു മൈഗ്രൻ്റ് ആണ്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ നമുക്കിനി സമ്മറിയിലോട്ട് പോകാം. സോ ഈ ഇമേജിനറി ഹോംലാൻഡ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് എസ്സേ ആണ് സൽമാൻ റുഷിൻ്റെ. ദീസ് ആർ ദ എസ്സേസ് റിട്ടൺ ഇൻ ബിറ്റ്വീൻ 1981 ആൻഡ് 1992. 1981 1992 കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ എസ്സേകളാണിത്. ദിസ് ഇസ് നോട്ട് എ നോൺ ഫിക്ഷൻ വർക്ക് റിഫ്ലക്റ്റിംഗ് ഹിസ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആൻഡ് കൺട്രി പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അപ്ഹെൽഡ്. സോ ഇതൊരു നോൺ ഫിക്ഷൻ റൈറ്റിംഗ് അല്ല. ഓക്കെ, പിന്നെ ഇതിൽ മെയിനായിട്ടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള കൺട്രി കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇമേജിനറി ഹോംലാൻഡ്സിനെ 6 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിഡ്നൈറ്റ് ചിൽഡ്രൻ, പൊളിറ്റിക്കൽ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഇൻഡോ അലിജിയൻ ലിറ്ററേച്ചർ, മൂവി ആൻഡ് ടെലിവിഷൻ, എക്സ്പീരിയൻസ് ഓഫ് മൈഗ്രൻ്റ്, ഇന്ത്യൻ മൈഗ്രൻ്റ് ടു ബ്രിട്ടൻ, election questions of Palestine. So these are the 6 sections that imaginary homeland is to be divided. Next, Salman Rushdie's in the essayകളിൽ തുടങ്ങുന്നത് imaginary homelands begins with the image of photography in the room where he writes. So അദ്ദേഹം നമ്മുടെ ഈ സ്റ്റോറി കാണുമ്പോൾ തന്നെ അറിയാം, അദ്ദേഹം ആ ഒരു റൂമിൽ ഇരുന്നിട്ട് പുറത്തോട്ട് നോക്കുന്ന അവിടെ നിന്ന് എഴുതുന്ന ആ ഒരു സീനിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. It is a picture of a house in which he lived as a child, taken before he was born, and he keep if there is to be remained. That the past is a home, a lost home in a lost city in the midst of lost time. So അദ്ദേഹത്തിന് അവൻ ജനിക്കുന്നതിന് മുന്നേ അദ്ദേഹം അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഒരു ലോസ്റ്റ് സിറ്റി, അതുപോലെ ലോസ്റ്റ് ഹോം, നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ, നഷ്ടപ്പെട്ടു പോയ രാജ്യം, അതുപോലെ നഷ്ടപ്പെട്ടു പോയ വീട്, നഷ്ടപ്പെട്ടു പോയ സമയം, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ ഓൺ എ ട്രിപ്പ് ഹി വിസിറ്റ് ഹിസ് ഓൾഡ് ഹൗസ് വൺസ് അഗെയിൻ ആഫ്റ്റർ എ ലോങ് ടൈം, not as faded images but glorious technicolor. സോ അദ്ദേഹം ആ ഒരു ബോംബെ ട്രിപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഓൾഡ് ഹൗസിലോട്ട് പോയി എന്നാണ് പറയുക. പഴയ വീട്ടിലോട്ട് പോയി അദ്ദേഹം. പഴയ വീട്ടിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി. സോ അവിടെ ഒരു ഭയങ്കര ഫെയ്ഡ് ഇമേജൊന്നുമല്ല, കുറച്ചൊക്കെ ഫെയ്ഡഡ് ആയിട്ടുണ്ട്, പക്ഷെ അതൊരു ഗ്ലോറിയസ് ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. The wish to restore the past which accomplished thus inspired him to write the novel Midnight Children. They recreate these places in order to satisfy their loss in the real physical life, something that Rushdie he says
he did himself, writing on India, Pakistan, and London. Rushdie, however, says that even if he do Indians engage in the action of looking black. സോ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആ ഒരു റീക്രിയേറ്റ് ചെയ്ത മിഡ് നൈറ്റ് ചിൽഡ്രൻസ് എന്ന് പറയുന്ന ഒരു നോവൽ റീക്രിയേറ്റ് ചെയ്യാതെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ കുറച്ച് പറയുന്നുണ്ട് അദ്ദേഹം. ആൻഡ് ഓൾസോ he tried to make his own or of India as imaginative, true as possible, but then again he is that. സോ അദ്ദേഹത്തിന് കാര്യങ്ങൾ പോസിബിൾ ആക്കാൻ നോക്കുന്നത്. ഇമേജിനേറ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ്? ഓണറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ അതേ സമയത്ത് സസ്പെക്റ്റും കൂടിയാണ്. Therefore he does not claim authenticity for the Indian depict in this novel. സോ അദ്ദേഹം ഈ ഒരു നോവലിൽ ഇന്ത്യൻ്റെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു ഒതൻറ്റിസിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ he says that this is why he made Selim the narrator of the novel Midnight Children. സോ ഇവിടെ ഒരു അൺറിലയബിൾ ആയിട്ടുള്ള ഒരു നാരേറ്റർ, സലീം എന്ന് പറയുന്ന നാരറ്ററിന് ഇവിടെ അദ്ദേഹം എന്താണ് മിഡ്നൈറ്റ് ചിൽഡ്രൻസിൽ എന്താ പറയുക അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു മാജിക്കൽ റിയലിസം നോവലാണ്. സോ അതൊന്ന് നിങ്ങളിപ്പോൾ വായിച്ചു നോക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. സോ അത് നമ്മൾ BA സ്റ്റുഡൻസ്, ലിറ്ററേച്ചർ സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട വർക്ക്സിൽ ഒന്നൊക്കെയാണത്. Rushdie realized that because emergent writers lost touch with the physical reality of places in which they grew up, they necessarily create fictionalized versions of them. That's imaginary homeland. So ഇവിടെ പറയുന്ന ഇമിഗ്രൻ്റ് ആയിട്ട്, അതായത് മൈഗ്രൻ്റ് ആയിട്ട് വന്ന റൈറ്റേഴ്സിന് ആ ഒരു ഫീലൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ ഒരു ഒറിജിനാലിറ്റിക് ഫീലൊക്കെ നഷ്ടപ്പെട്ടു. അതായത് അവരുടെ ആ ഒരു നേറ്റീവ് പ്ലേസിൻ്റെ റൈറ്റിംഗ് ഒക്കെ നഷ്ടപ്പെട്ടു. സോ അതിൻ്റെ ഒരു ഫിക്ഷണലൈസ്ഡ് വേർഷനാണ് ഈ ഒരു ഇമേജിനറി ഹോംലാൻഡ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഹി വാണ്ട് ടു മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് ഹി വാസ് റോങ് അബൌട്ട് ഹിസ് India as a version of country he would never claim to be definite. Rushdie made the protagonist of the Midnight Children Selim an unreliable narrator with a fallible memory in imaginary homelands. സോ ഇമേജിനറി ഹോംലാൻഡിൽ അദ്ദേഹം എന്താ പറയുക ഒരിക്കലും ക്ലെയിം ചെയ്യാത്ത കുറച്ച് നെവർ ക്ലെയിം ടു ബി ഡിഫൈൻഡ് പ്രൊട്ടഗോണിസ്റ്റിനെ, സലീം എന്ന് പറയുന്നൊരു അൺനെയിംഡ് ആയിട്ടുള്ള പ്രൊട്ടഗോണിസ്റ്റിനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ വോക്കായ ഇമേജിനറി ഹോംലാൻഡ്സിലൂടെ. സോ Rushdie റൈറ്റ്സ് എക്സ്പ്രസിറ്ററി അബൌട്ട് ദ റേസസിനെ പറ്റി, എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് എഴുതുന്നുണ്ട്. Then India and England where he was making new home. So ഇന്ത്യയിൽ ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ന്യൂ ഹോംസ് ഉണ്ടാക്കുന്നുണ്ട്. Rushdie was torn also between language. He write about how even when he returned to one's home country, those who migrate no longer feel at home because they have been with ideologies from another. സോ അവരെ എന്താ പറയുക അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുകയാണ് അല്ലേ. ആൻഡ് ഓൾസോ Rushdie സേസ് ഹി ഡിഡ് ഹിംസെൽഫ് റൈറ്റിംഗ് ഓൺ ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ലണ്ടൻ. സോ അദ്ദേഹം ഇന്ത്യയിലും പാകിസ്ഥാനിലും ലണ്ടനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇമേജിനറി ഹോംലാൻഡിൽ ഈ സെയിം കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കോളനി ലെഗസി, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, പോസ്റ്റ് കൊളോണിയലിസം, പിന്നെ പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് Rushdieസിനെ ഇന്ത്യൻ റൈറ്ററിൽ നിന്ന് മാറ്റി കാണിച്ചു. അതുപോലെ ഇംഗ്ലീഷിൻ്റെ ഉപയോഗത്തിനെ കുറിച്ച് അദ്ദേഹം അവിടെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആംബിവാലൻസ് കണ്ടിന്യൂ ചെയ്യാൻ ഒരു ആംബിവാലൻസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ Rushdie പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇൻ ഫാക്ട് ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ Rushdie ഇൻ ഹിസ് ഫിക്ഷണൽ വർക്ക് ഇസ് നോട്ട് ദ സ്റ്റാൻഡേർഡ് ഓർ കറക്റ്റ് ഇംഗ്ലീഷ്, ബട്ട് ഇറ്റ് ഇസ് ഫേവർ വിത്ത് ദ ലോജിക്കൽ coinages and idioms which better expresses the experience of the societies of the sub-colonies. സോ അദ്ദേഹം ഉപയോഗിക്കുന്ന ലാംഗ്വേജസ്, ഇംഗ്ലീഷ് ലാംഗ്വേജസ് എന്താണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല. സോ ഇതെന്നൊക്കെ പറയുന്നത് ഇഡിയോമാറ്റിക് ആയിട്ട് ലോക്കൽ കോയിനേജസ് വേർഡ്സ് വെച്ചിട്ടാണ് ബെറ്റർ എക്സ്പ്രഷൻസ് ഉണ്ടാക്കുന്നതും ആ ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇൻ ദിസ് എസ് ദ മേജർ തീംസ് ആർ ഡയസ്പോറ,
then consciousness, diasporic consciousness, literature and memory, post-colonialism, pre-occupation, features of postmodern literature and nationalism. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു നോവലിൻ്റെ മെയിൻ തീംസ്. ഏതൊക്കെയാണ്? ഡയസ്പോറ ആൻഡ് കോൺഷ്യസ്നെസ്, ലിറ്ററേച്ചർ ആൻഡ് മെമ്മറി, പോസ്റ്റ് കൊളോണിയലിസം, പ്രീ ഒക്കുപ്പേഷൻസ്, ഫീച്ചേഴ്സ് ഓഫ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം. സോ ഇതാണ് Imaginary Homelands by Selman Rushdie.